മാന്യ സദസ്സിനെ വന്ദനം. നമുക്ക് നമ്മുടെ പ്രകൃതിയിലേക്ക് എത്തി നോക്കാം. ദേണ്ടേ അവിടെ ഒരു കുയിൽ. ദാ തൊട്ടപ്പുറത്തേ ഒരു മയിലിരിക്കുന്നു. ദാ അവിടെ ഒരു പശുവിനെ കെട്ടിയിരിക്കുന്നു. ദാ തൊട്ടപ്പുറത്ത് ഒരു ആടിനെയും. ഇനി നമുക്കൊരു ജനറേറ്റർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഇനി ഒരു മരം മുറിക്കുന്ന ഒരു ചേട്ടൻ. ഇനി ഒരു ബോട്ടിൽ ഒരു യാത്ര ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ ട്രെയിനിലാണ് യാത്ര ചെയ്യാറ്. പണ്ട് കാലത്ത് നമ്മൾ ഡീസൽ ട്രെയിനിലായിരുന്നു. ഇതേ ട്രെയിൻ ഒരു പാലത്തിന്റെ പക്കത്തു കൂടെ പോകുമ്പോൾ ഇനി ഒരു രണ്ട് ട്രെയിൻ അപ്പുറത്ത് എതിർവശത്തുമായിട്ട് രണ്ട് വരികളിൽ കൂടെ പോകുന്നു. ഇനി ഒരു ബാഗിന്റെ സിപ്പ് നമുക്ക് തുറന്നു കളിക്കാം. ഇനി നമുക്കൊരു കോഴികളുടെ കഥകൾ കേൾക്കാം. നമ്മൾ കോഴികളെ വിളിക്കുമ്പോൾ എങ്ങനെയാ? കോഴികൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ, മുട്ട ഇടുമ്പോൾ, പിന്നെ മുട്ടയിട്ടതിന്റെ സന്തോഷം, ഇതൊക്കെ നമുക്ക് നോക്കി നോക്കാം. നമ്മൾ സാധാരണ വീടുകളിൽ കോഴികളെ വളർത്തുന്നുണ്ടല്ലോ. അപ്പോൾ കോഴികൾ എങ്ങനെയാ കരയാം? ഇനി ഇതേ കോഴികൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ ശബ്ദത്തിന്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇതേ കോഴി മുട്ടയിടാതിരിക്കുമ്പോ വേറെ ശബ്ദം. പിന്നെ ഇതേ കോഴി മുട്ട ഇടുമ്പോ വേറെ ശബ്ദം. ഇനി നമ്മൾ സാധാരണ കോഴികളെ വീട്ടിൽ വളർത്തുമ്പോൾ നമ്മളിങ്ങനെ വിളിക്കാം, ബബ്ബബ്ബബ്ബാന്ന് വിളിക്കും. അങ്ങനെ വിളിച്ചാൽ ആ പഞ്ചായത്തിലുള്ള എല്ലാ കോഴികളും വരും. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ആ കോഴികൾക്ക് ഒരു പേരിട്ട് കൊടുത്തു. പൂവൻകോഴിക്ക് ബാബു കോഴിയെന്നും പെടക്കോഴിക്ക് സൂസി കോഴിയെന്നും. അപ്പോൾ പൊതുവെ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലൊരു ഡിങ്കോഫിക്കേഷൻ ഉണ്ടാവും. അത് ഈ കോഴികൾ തമ്മിലുണ്ട്. അപ്പോൾ പുലർച്ചെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ സൂസി കോഴി നമ്മുടെ ബാബു കോഴിനെ വിളിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ബാബുക്കോഴി എന്താ, ആണുങ്ങൾ പൊതുവെ കുറച്ച് ഡിമാൻഡുള്ള കൂട്ടത്തിലാണ്. അപ്പൊ ബാബുക്കോഴി ഇതൊന്നും മൈൻഡാക്കില്ല. അപ്പൊ നമ്മുടെ സൂസിക്കോഴി എന്ത് ചെയ്തു? എയർടെലിന്റെ ഫോൺ എടുത്തിട്ട് ബാബുക്കോഴിനെ വിളിച്ചു. അപ്പോ നമ്മള് നടക്കുമ്പോൾ, ബൂട്ടിട്ട് നടക്കുമ്പോൾ ഒരു ശബ്ദമുണ്ട് മഴക്കാലത്ത്. ഇത്രയും അവതരിപ്പിച്ചുകൊണ്ട് എന്റെ കൊച്ചു മിമിക്രി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അഭിമന്യ സദസ്സിന് നമസ്കാരം.
ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കേവർക്കും പരിചിതമായ ചില ശബ്ദങ്ങളാണ്. ആദ്യമായി ഒരു പൂച്ചയുടെ ശബ്ദം കേൾക്കാം. അടുത്തത് ഒരു കുഞ്ഞു പൂച്ചയുടെ ശബ്ദം. ഒരു പട്ടി കുറിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇനി ഈ പട്ടിക്കിട്ട് ഒന്ന് കല്ലെറിഞ്ഞ് നോക്കാം. ഇനി പട്ടി ഓരിയിട്ടാൽ എങ്ങനെ ഇരിക്കും? ഒരു മയിലിന്റെ കരച്ചിൽ. ഇനി ഒരു കുരങ്ങന്റെ കരച്ചിൽ. ഒരു ഓട്ടോയുടെ ശബ്ദം. അതാ ഒരു ലെവൽ ക്രോസ്. ഒരു ട്രെയിൻ കടന്നു പോകുന്നു. ഇതേ ശബ്ദം ട്രെയിനിന്റെ അകത്തേക്കുമ്പോൾ ഉള്ള ശബ്ദ വ്യത്യാസം. ഒരു പഴയകാല വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴുള്ള ശബ്ദം. ഇനി ഒരു കുഞ്ഞാവയുടെ കരച്ചിൽ. ഒരു കോഴി മുട്ടയിട്ട് കൊക്കുന്ന ശബ്ദം. മരച്ചില്ലിൽ ഒരു കാക്ക. ഒരു മരം മുറിക്കുന്ന ശബ്ദം. ഒരു PVC പൈപ്പ് മുറിക്കുന്ന ശബ്ദം. ഇനി കുറച്ച് ബീറ്റ് ബോക്സ് കേൾക്കാം. ഇനി ഒരു 5 തരത്തിലുള്ള ബീറ്റ് ബോക്സ് കേൾക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളെല്ലാവരും രാവിലെ ഉറക്കമുടന്ന് പ്രകൃതിയിലെ ഓരോ പക്ഷികളുടെ ശബ്ദം കേട്ടാണ്. അതിൽ 2 പക്ഷികളുടെ ശബ്ദം ആദ്യമായിട്ട് കേൾപ്പിക്കാം. അതേപോലെ ഇപ്പോഴത്തെ പുത്തൻ തലമുറ മിമിക്രി ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഐറ്റമാണ് ബീറ്റ് ബോക്സിംഗ്. അപ്പം നമ്മൾ പ്രകൃതിയിൽ കേൾക്കുന്ന കുറച്ച് വസ്തുക്കളുടെ രാഷ്ട്രീയ നേതാവിന്റെ ശബ്ദത്തിൽ ഒരു DJ ബദൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും നോക്കാം. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കേൾക്കാറുള്ള ശബ്ദമാണ് ഹെലികോപ്റ്ററിന്റെ ശബ്ദം. ഇതിൽ നിന്നൊരു DJ പോലെ ചെയ്താൽ എങ്ങനെ ഇരിക്കും നോക്കാം. DJ മിക്സ്. ഇതേപോലെ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള മറ്റൊരു ശബ്ദമാണ് ബാഗിന്റെയും ജാക്കറ്റിന്റെയും സിബിന്റെ ശബ്ദം. അതിൽ നിന്നൊരു DJ പോലെ ചെയ്താൽ എങ്ങനെ ഇരിക്കും നോക്കാം.
അപ്പൊ ഇത് ഇപ്പോഴത്തെ പുത്തൻ തലമുറകളെ ഹരം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നതാണ് പുതിയ സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മലയാള സിനിമ നമ്മുടെ ആടിറ്റു, അതിനകത്ത് സർബത്ത് ഷിമർ എന്നൊരു ക്യാരക്ടർ ഉണ്ട്. അദ്ദേഹത്തിന്റെ എൻഡ് വരുമ്പോൾ ഒരു മാസ് ബീജിയം ഉണ്ട്, അത് നോക്കാം. സർബത്ത് ഷിമർ. ഇതേപോലെ മമ്മൂക്കയുടെ ഒരു മലയാള സിനിമ എടുക്കുന്നത് ഭീഷ്മപർവം, അതിനകത്തൊരു മാസ് ബീജിയം ഉണ്ട്, അത് നോക്കാം. മമ്മൂക്കയുടെ ഇതാണ് ഹൈലൈറ്റ്. അടുത്തായിട്ട് ഇത് ഒരു തമിഴ് സിനിമയാണ്, വിക്രം സിനിമ. അതിൽ സന്തനം എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മുടെ വിജയ് സേതുപതി സാർ അഭിനയിച്ച അദ്ദേഹത്തിന്റെ ഒരു മാസ് എൻട്രി ഉണ്ട്, അതിലൊരു മാസ് ബീജം ഉണ്ട്, അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു ഹിന്ദി സിനിമ എടുക്കുകയാണ്, ആനിമൽ സിനിമ. അതിനകത്ത് വയലൻസ് ഒക്കെ വരും, ഒരു അടിപൊളി ബീജിയം ഉണ്ട്, അത് നോക്കാം. ഇതുപോലെ ചുമ്മാ ഒരു തമാശ രീതിയിൽ നമ്മുടെ രാഷ്ട്രീയ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ ശബ്ദത്തിന്റെ ഒരു DJ പോലെ ചെയ്താൽ എങ്ങനെ ഇരിക്കും നോക്കാം. അതായത് ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി ഒരു മതം മഞ്ഞക്കളുടെ. അടുത്ത കോഴിയുടെ ശബ്ദത്തിൽ നിന്ന് ഒരു DJ പോലെ ചെയ്താൽ ഇങ്ങനെ ഇരുന്ന് നോക്കാം. കോഴി മുട്ടയിടുന്ന ശബ്ദത്തിൽ നിന്ന്. അവസാനമായിട്ട് നമ്മളെല്ലാവരും യാത്ര ചെയ്യാറുണ്ട്, ടൂർ പോകാറുണ്ട്. അപ്പം നമ്മളൊരു കാറിലോ ടൂറിസ്റ്റ് ബസ്സിലായിരിക്കും നമ്മൾ പോകുന്നത്. ഒരു അടച്ചു മൂടിയ കാറിനകത്ത് ഫുൾ വോളിയത്തിൽ പാട്ട് വെച്ചിട്ട് അകത്ത് നിന്നുകളും പുറത്തു നിന്നുകളും ഒരു വ്യത്യസ്ത ശബ്ദമായിരിക്കും. അകത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല വോളിയത്തിലുള്ള ശബ്ദം, പുറത്ത് നോക്കുമ്പോൾ ഒരു ഇടുങ്ങിയ ശബ്ദം. ആ ഡിഫറൻസ് നോക്കാം. ആദ്യം അകത്ത്, പിന്നെ പുറത്ത്. എല്ലാവർക്കും എന്റെ മിമിക്രിയിലേക്ക് സ്വാഗതം. ആദ്യമായി വരാൻ വേണ്ടി പോകുന്നത് ദളപതി വിജയ്. പാവഷ്ടപ്പെട്ട് അടിയടി பேதறது நல்ல தெரியும். ஆனா இடம் கண்ட மாதிரி அதுவும் இதுல உனக்கு தேவையா? லீவோ பார்க்கணும் நீ தானே கேட்டீங்க, பார்த்துட்ட. நடிப்பின் நாயகன் சூர்யா. எல்லாருக்கும் வணக்கங்க, சூர்யா பேசுறேன். நான் ரோலக்ஸ் ஆல்ரைட் சார். இனிமே சார், எஸ் சார், ஓகே சார், எஸ் சார். உலக நாயகன் கமல்ஹாசன். எனக்கு கலபல்லா பேகலா யார் சொல்லுது? ரொம்ப நாளாவே பொண்ணப்பட்ட தெரியாமல் ஒருத்தனுக்கிட்ட கல்லீரல் அந்த மனசு இருக்கு, அதுதான் கனவு. சூப்பர் ஸ்டார் ரஜினிகாந்த். இது லோக்கல வர அவ்வளவு சம்பவம் கொடுத்துட்டேன். 10 வருஷம் செய்யல உடனே மாற்றம் கரண்ட் கட்டு நல்ல தண்ணி வசைக்கறிக்குதா இருக்கா. மக்கள் செல்வன் விஜய் சேதுபதி. உனக்கு நல்ல சுத்தம் முடிச்சது கொண்டுட்டு
ഒരു കഥ சொல்லுமா சார் அர்ஜுன் தாஸ் எல்லா பக்கத்துல வெள்ளப்புசால பேருக்கு அவன் தலைய குழுவுக்கு நமக்கு லைட் பண்ணாமடா ரிலாக்ஸ் அவன் பேரு டில்லி ജയിലർ സിനിമയിലെ VTV ഗണേഷ് അപ്പൊ നീക്ക് താ പിന്നെ അപ്പടി ഡിന്നി കോസ്ട്രിക് എൽഎഫ് വേണമെങ്കിൽ നീ തന്നെ പോയി നോക്കിക്കോ ആവേശം സിനിമയിലെ അമ്പാൻ അന്ന പണ്ട് ചൂസണ ചൂച്ചനെ കൊണ്ട് അന്ന ചാടി ജബറിൽ തോർത്തുകൂടി ചവിട്ടി ജബറിൽ തോർത്തുകൂടി കുത്തി കൊമ്പ് എന്താ നിനക്ക് ബോറടിച്ച നിനക്ക് ബാസത വേണം ദുൽഖർ സൽമാൻ എനിക്കൊരു കാര്യത്തില്ല ബെസ്റ്റ് നീ എന്നെ തേടി വരെയുള്ള ഞാൻ വിശ്വസിച്ചു സാറ് പേര് ഓൾ ദി ബെസ്റ്റ് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കട ആസിഫ് അലി എന്റെ ബൂസ് ഞാൻ ഗുരുതല്ലായിരുന്നു ഏതൊക്കെ അടിപൊളിയായിരുന്നു ഏത് പറയണ ബോസ് ജീവിതം കഴിഞ്ഞു പോയി നമ്മ ഇത് പ്രശ്നമുണ്ടല്ലോ കാലിൽ കാറ്റിലടിച്ചു വരിക അജു വർഗീസ് നീ മരണ മസാല വേറെ ലെവലടാ നീ നിന്നെ 10 വയസ്സല്ലേ ഉള്ളൂ ഇന്നലെ എന്തല്ലേ ബൈജു സന്തോഷ് എടാ ഷാദി ബാബരെ ഇത് തീർന്നു ഇത്ര കാര്യം പറഞ്ഞ ഒരു മര്യാദക്ക് വരണ നസ്ലിം ഏത് പണ്ടാരോടവൻ എനിക്കാണെങ്കിൽ പൊളിഞ്ഞിട്ട് പിന്നെ ആവശ്യമായി പോയി എറിയൊരു നിനക്ക് മറ്റിടയിൽ കൂടി പറയാറുന്നില്ല ഒരു ഭംഗിക്ക് എനിക്ക് നിന്നേക്കാളും നല്ല കിട്ടും എനിക്ക് കിട്ടിയില്ല നിനക്ക് കിട്ടൂല അവസാനം നീ കരയും പോലെ അനുഭവം കൊണ്ട് പറയണ സുരേഷ് ഗോപി ചാരമാണെന്ന് കരുതി വെറുതെ ചകയാന്ന് കണ്ട കണ്ണല്ല കെട്ടിട്ടുള്ള പൊള്ളും ഈ തൃശ്ശൂർ ഞാൻ അങ്ങ് എടുക്കുക ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം ഞാൻ അങ്ങ് എടുക്കുക ലാൽ റിയാസ് ഖാൻ ഭാസ്കര എല്ലാവർക്കും എന്താ കൊടുക്ക കള്ളോ കപ്പയോ കൊഞ്ചോ കരിമീനോ എല്ലാം പോട്ടെ എല്ലാം എന്റെ ചിലവ് എല്ലാരും അടിച്ചുകറി വാ പൊന്നപ്പ ചേച്ചി മെയിൻ ഫ്രൈ കൊച്ചിൻ അനീഫ പിള്ളച്ച പിള്ളേർന്ന് കളികാണിച്ചിട്ടല്ല ആട്ടെ എന്താ കുറച്ച് കുട്ടിത്തോടാ ശ്രദ്ധിക്കാല ജനാർദ്ദൻ എന്താ പേര് പൊന്നപ്പൻ കൊള്ളാം ഇവനാണ് കൊള്ളാം നീ പൊന്നപ്പൻ അല്ലടാ തങ്കപ്പൻ ഹരി തങ്കമല്ലേ എന്തോ ഇവരെ 2 കാലം തല്ലി ഒടിയടാ നന്ദി നമസ്കാരം മനുഷ്യൻ അനുനിമിഷം പുതിയ കണ്ടെത്തലുകളാൽ ശാസ്ത്രത്തിന്റെ പരിധികളെ ലംഘിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മനുഷ്യന്റെ വിവരവും വിവേകവും വികാരവും യന്ത്രങ്ങൾക്ക് പകർന്നു നൽകുന്ന കൃത്രിമ ബുദ്ധിയായ മെറ്റയെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നെഞ്ചിൽ കുടിയിരിക്കും അൻപാன ശീലുകളിൽ மற்றும் ஒரு வீட்டிலிருக்கும் குட்டி நண்பர்கள் எல்லாருக்குமே பண்ணிக்கும் வாட்ஸ்அப்பில் புதிய ஃபீச்சர் இறங்கி இருக்கு மெட்டா நான் யூஸ் பண்ணி பார்த்தாச்சு எல்லா அப்ளிகேஷன் தான் எல்லா மக்களும் யூஸ் பண்ணி பார்க்குங்க என்ஜாய் பண்ணுங்க. അരെ ഞാൻ പിടിക്കുന്നോ വിചാരിക്കണം മെറ്റാമ്മ പറഞ്ഞെങ്ങനെ അത് എന്നാ ഇയാളോ തിരിക്കണം അമ്മ ഞാൻ പിടിക്കാനോ ഇപ്പം കിട്ടുന്നില്ല. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പ്രത്യേക സാധനമാണ് മെറ്റ. ഇത് വാട്സപ്പിൽ സംഭവം അപ്പുറം ചാറ്റ് തുടങ്ങിയാലോ. അപ്പൊ അവനെ ആയിരിക്കും പറഞ്ഞില്ലപ്പ എന്ത് അപ്പൊ എന്ത് നേരാത് ഞാൻ മലിച്ചു അപ്പ മെറ്റൊരു പെണ്ണല്ലപ്പ ഒരു റോബോട്ട് നമ്മളെ മേരെ അവീതം ഇല്ലപ്പ. മെറ്റയുമായുള്ള ഓരോ ചാറ്റിങ്ങിന് ശേഷവും ഞാൻ 1-2 ദിവസം അവധിയെടുക്കും. ചാറ്റിംഗ് അവസാനിപ്പിച്ചു എന്ന ഇരകളെ വിശ്വസിപ്പിക്കുന്ന ചാറ്ററാണ് യഥാർത്ഥ ചീറ്റർ. സ്പെഷ്യൽ ഓഫറാണ് 1 2 ഫ്രീ 490 ഈ മരം മുറിക്കുന്ന മെഷീൻ നിങ്ങൾ സ്വന്തമാക്കിയാൽ വീട്ടിലിരുന്ന് മുടി മുറിക്കാവുന്ന കത്രിക ഇന്റർമരം തികച്ചും സൗജന്യം. Best ever hot pick
ഹാർപിക് ഉപയോഗിക്കൂ. ഹാർപിക്കിന്റെ ഗുണം നിങ്ങൾ അറിയും. പുതിയ ബെസ്റ്റ് എവർ ഹാർപിക്. ഇനി ഞാൻ ആരുടെയും വാർഡിൽ മുട്ടില്ല. നിങ്ങൾക്ക് ഓൺലൈനിൽ ഹാർപിക് സ്വന്തമാക്കാവുന്നതാണ്. പുതിയ ബെസ്റ്റ് എവർ ഹാർപിക്. ബിഗ് ബോസിൽ അടുത്തതായി ബിഗ് ബോസ് പറയുന്ന ശബ്ദം അനുകരിക്കുന്നതാണ് നിങ്ങളുടെ ടാസ്ക്. കളി പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന ശബ്ദമാണ് നിങ്ങൾ അനുകരിക്കേണ്ടത്. ബിഗ് ബോസ് പറഞ്ഞ ടാസ്ക് മനോഹരമായി പൂർത്തിയാക്കിയതുകൊണ്ട് ബിഗ് ബോസിൽ കൊച്ചി ടി വി കാണാനുള്ള അവസരം നൽകുന്നതാണ്. ബിഗ് ബോസിൽ കറണ്ട് പോയി തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. ജനറേറ്റർ സെറ്റ് ചെയ്യാൻ അണിയറ പ്രവർത്തകരോട് ബിഗ് ബോസ് ആവശ്യപ്പെടുന്നു. ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രികയെ നീ അറിഞ്ഞോ? കല്യാൺ സിൽക്സിൽ ആരി സെയിൽ ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. വിവാഹങ്ങൾ എന്നും ഒരു മംഗളകർമ്മമാണ്. എന്നാൽ ഈ മംഗളകർമ്മങ്ങളിലും പാശ്ചാത്യ സംഗീതത്തിന്റെയും ഏയുടെയും കടന്നു വരവ് വിദൂരമല്ല. തലയെടുത്ത് കയ്യിൽ കൊടുക്കും. നരവുള്ളവരുടെ കാലിൽ വീഴും. പൂക്കളെടുത്ത് മണ്ടയ്ക്കെറിയും. ദക്ഷിണയുള്ളത് ജിപേ ചെയ്യൂ. നന്ദി, നമസ്കാരം. നമസ്കാരം. ഗൈസ്, നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ മണ്ണിലാണ്. ഇവിടെ ഞങ്ങളെ സ്വാഗതം ചെയ്യാനെത്തിയത് കൊച്ചിയിലെ കൊതുകുകളായിരുന്നു. ഒപ്പം നാസിക് ഡോൾ സംഘവും. അത്ഭുതം എന്ന് പറയട്ടെ, RX സെൻട്രൽ ബൈക്കിന്റെ ശബ്ദമനുകരിക്കുന്ന തവളയെ പോത്തിനെ നമുക്കിവിടെ കാണാം. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന അതിമനോഹരമായ കടൽത്തീരം. മഴയെ സ്നേഹിക്കുന്നവർക്കായി കേരളത്തിന്റെ മൺസൂൺ ടൂറിസം.
ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന F1 മൂവി ട്രെയിലർ. You are alone, Wolf. You think an old man? What I do is to drive the car. ഒപ്പം കേരളത്തിലെ മറ്റൊരു വാരത്താരം ഹാജി മുസ്തഫ. പൊന്ന സദര എന്തിനോ വേദന സഹിക്കണേ, മുട്ടത്തൈലം വാങ്ങി തെച്ചോളേ, വേഗം വേദനകൾ മാർഗട്ടോളേ. ജോലി തേടി വിദേശത്തേക്ക് യാത്രയാകുന്ന യുവതലമുറ എന്നാൽ ജോലി തേടി കേരളത്തിലേക്ക് ചേക്കേറുന്ന അതിഥി തൊഴിലാളികൾ അരെ ബാഗ് കർത്താവ്. ഭീകരതക്കെതിരെ ഇന്ത്യ നടത്തിയ ശക്തവും ധീരമായ പോരാട്ടം ഓപ്പറേഷൻ സിന്ദൂറിന് കേരള ജനതയുടെ ബിഗ് സല്യൂട്ട്. ഏതൊരു ആഘോഷത്തെ ആവേശത്തോടെ വരവേറ്റി കേരള ജനത. നമസ്കാരം. മാന്യ സദസ്സിന് വന്ദനം. താളമേളങ്ങളുടെ നാട് തൃശൂർ. വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന വെടിക്കെട്ടിന്റെ നാട് നമ്മുടെ തൃശ്ശൂര്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന തൃശ്ശൂരേക്കാണ്. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങിയാലോ? यात्रा की कृपया ध्यान दीजिए. गाड़ी संख्या 2210 त्रिवेंद्रम कन्नूर मलबार एक्सप्रेस आने वाली प्लेटफॉर्म नंबर 2. ആ കഴിച്ചകട്ട് ഞാൻ ഞെട്ടിട്ടാ. ഒരു ബ്രോയുടെ ബൈക്കിൽ ഞാൻ ലിഫ്റ്റ് അടിച്ചുകൊണ്ട് കലോത്സവ നഗരിലേക്ക് പുറപ്പെട്ടു. കുറച്ചു ദൂരം ചെന്നപ്പോൾ കലോത്സവത്തിന്റെ വർണ്ണശബളമായ ഘോഷയാത്ര ഞാൻ കണ്ടു. വേദി 18 ഇതാ കോൽക്കളി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേദി 4 ഇതാ വാശിയേറിയ മിമിക്രി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ആദ്യമായി പക്ഷി മൃഗാദികളുടെ ശബ്ദം. ഒരു കൊച്ചുകുട്ടി കരയുന്നതിന്റെ ശബ്ദം. അമ്മയുടെ തരത്തും കുഞ്ഞിന്റെ കരച്ചിലും ഒരുമിച്ച്. ഒരു മരപ്പെട്ടി മെഷീൻ. നാഗപ്പാട്ട്. നഗത്താൻ കാവിലെ നഗദൈവങ്ങളെ ഇനി എന്തു ചെയ്യുമോ നഗരാജാവേ. കാന്താര എന്ന മൂവിലെ ബിജിഎം. ഒരു ഹെലികോപ്റ്റർ. ജനാർദ്ദനൻ. ഓ ദാറ്റിച്ചു പട്ടച്ചാരായ കൊണ്ട് കൊട്ടാരപ്പെടുവരും ദാറ്റിച്ചു. ഫുട്ബോൾ കമന്ററി ഷൈജു ദാമോദർ. ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് സോച്ചി ഫ്രീ കിക്ക്. റൊണാൾഡോ എടുക്കുന്നു ഫ്രീ കിക്ക്. റൊണാൾഡോ നിങ്ങൾ ഇത് കാണുക. Why this man? It's genius. സംഗീതവും കലയും നമ്മെ എക്കാലവും മുറിപ്പിക്കട്ടെ.